ഹലോ ആൾ, എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ? ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു ചെറിയ നാടൻ കോംബോയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഓണം ഓഫറായിട്ട് നമ്മളൊരു 10 നാടൻ ചെടികളുടെ ഓഫർ ഇട്ടിരുന്നു. പക്ഷേ അത് ഒരുപാട് പേർക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ല. നമുക്ക് കുറച്ച് സ്റ്റോക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിഷമം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു കോംബോയുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 10 നാടൻ കോംബോയുടെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ നമുക്ക് കോംബോയിലുള്ള ആദ്യത്തെ ആൾ നമ്മുടെ സമ്മർ സ്നോ വൈറ്റ് റോസാണ്. ഓൺ റൂട്ടഡ് ആയിട്ടുള്ള സമ്മർ സ്നോ വൈറ്റ് റോസാണ് നമ്മുടെ ഈ കോംബോയിൽ ആദ്യം കാണുന്ന ആൾ. അത്യാവശ്യം നീണ്ടു വളർന്നിട്ടുണ്ട്. നല്ലതുപോലെ റൂട്ട് ബോളൊക്കെ വലുതായിട്ടുള്ള ചെടികളാണ്. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. നമ്മൾ ഓണം കോംബോയിൽ കൊണ്ടുവന്നതിലും കുറച്ചും കൂടി വളർന്നിട്ടുള്ള ചെടികളാണ്. അടുത്തത് നമ്മുടെ ഈ യെല്ലോ ക്രിക്രി അല്ലെങ്കിൽ നാടൻ യെല്ലോ ബട്ടൺ എന്നൊക്കെ നമ്മൾ വിളിക്കപ്പെടുന്ന ചെടിയാണ്. അതും അങ്ങനെ തന്നെയാണ്. നല്ല അത്യാവശ്യം വളർന്ന് 2, 3, 4 ബ്രാഞ്ചസൊക്കെയുള്ള ചെടികൾ തന്നെയാണ്. അപ്പോൾ ചെറിയ കവർ ചെടികളാണ്, കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി നമുക്ക് അടുത്തയാളെ കാണാം. അടുത്തയാൾ വന്നിട്ട് നമ്മുടെ കുഞ്ഞിത്താമര അല്ലെങ്കിൽ മൂക്കൂത്തി റോസ്, അതല്ലെങ്കിൽ നമ്മൾ റെഡ് ബട്ടൺ എന്നൊക്കെ വിളിക്കപ്പെടുന്ന, ഞാൻ റെഡ് ബട്ടൺ എന്നാണ് വിളിക്കുന്നത്. കുഞ്ഞിത്താമര എന്നും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അടുത്ത പ്ലാന്റ്. ഇതും അതുപോലെ നല്ലതുപോലെ നീളം വെച്ചിട്ടുണ്ട്. ചില ചെടികളൊക്കെ നല്ല നീളം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റൂട്ടും അതേപോലെ ഓടിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. കുഞ്ഞിത്താമര റോസ് നമുക്ക് ഒരുപാട് കൊലയായിട്ട് പൂക്കളുണ്ടാകുന്നു എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഇതിന്. നല്ല ബഞ്ചായിട്ട് പൂക്കളുണ്ടാകുന്ന അടുത്ത ഒരു പ്ലാന്റാണ് നമ്മുടെ കോംബോയിലെ പിങ്ക് ബട്ടൺ റോസ്. അപ്പോൾ ഇവരൊക്കെ ഒരിക്കലും നമ്മളെ നിരാശപ്പെടുത്താത്ത ഒരു കൂട്ടം ചെടികളാണ്. അവരെയാണ് നമുക്ക് ഈ കോംബോയിൽ ഉൾപ്പെടുത്തി തരാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ തുടക്കക്കാർക്കായിട്ട് ഒരു കോംബോ വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോംബോ തന്നെയാണ്. അതിലെ ചെടികളാണ് ബട്ടൺ റോസുകൾ. ഏറ്റവും നന്നായിട്ട് നമുക്ക് പിടിച്ചു കിട്ടുന്ന ടൈപ്പിലുള്ള ചെടികളാണ്. മാത്രമല്ല ബഞ്ചായിട്ട് പിടിക്കുന്നതുകൊണ്ട് നല്ല നിറഞ്ഞ് നിൽക്കുകയും ചെയ്യും. അടുത്തത് നമ്മുടെ നാടൻ പീച്ച് റോസാണ്. അതായത് നമ്മുടെ നാടൻ പട്ട് റോസിൻ്റെ അതേ വലിപ്പത്തിലും അതേപോലെ മറ്റൊരു കളറുണ്ടോ നാടനിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു മറുപടിയാണ് ഈ പീച്ച് റോസ്. പീച്ച് റോസിൻ്റെ ചെടികൾ നമ്മുടെ ഈ കോംബോയിലുണ്ട്. അത്യാവശ്യം ചെറിയ കവർ ചെടികളാണ്. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. കുറച്ച് നീളം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനനുസരിച്ച് നല്ല വേരോടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ചെടിയുടെ സൈസ്. നാടൻ പീച്ച് റോസ് നല്ല നിറച്ച്, അത് ഈ പറയപ്പെടുന്നത് പോലെ തന്നെ നിറച്ച് കൊലയായിട്ട് പൂക്കളുണ്ടാകുന്ന ടൈപ്പിലുള്ള ഒരു പ്ലാന്റാണ്. ഈ നാടൻ ചെടികളിൽ അത്യാവശ്യം നല്ല വലിപ്പത്തോടു കൂടി നമ്മുടെ 7 ഡേയ്സ് ഉണ്ട്. 7 ഡേയ്സ് ഇപ്പോൾ പിന്നെ കുറേ ടൈപ്പ് നാടൻ ചെടികൾ ഇറങ്ങുന്നുണ്ട്. എന്നിരുന്നാലും ഒരുവിധം വലിപ്പമുള്ള പൂക്കളാണ് നാടൻ പീച്ച്. ഇത് നമ്മുടെ തഞ്ചാവൂർ റെഡ് റോസാണ്. തഞ്ചാവൂർ റെഡ് റോസ് നമ്മുടെ നാട്ടിൽ വിരിയുമ്പോൾ ഒരു ഡബിൾ ഷെയ്ഡിലേക്ക് കാണപ്പെടും. അത് അവിടെ നിൽക്കുമ്പോൾ, അതായത് നമ്മൾ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത് അവിടെ നിൽക്കുമ്പോൾ ഒരു പിങ്ക് ഷെയ്ഡിലും നടുവിലൊരു ചെറിയ വൈറ്റും ഉണ്ടാകും. എന്നാൽ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് വിരിയുമ്പോൾ നല്ല ഒരു ഡബിൾ ഷെയ്ഡ് കളറിലാണ് തഞ്ചാവൂർ റോസ് ഉണ്ടാവുക. അതും അത്യാവശ്യം നീളം വെച്ചിട്ടുള്ള ചെടികളാണ്. നല്ല ബ്രാഞ്ചസോടൊക്കെ കൂടിയ ചെടികളാണ് കൂടുതലും. അപ്പോൾ ഇതാണ് നമ്മുടെ കോംബോയിലെ അടുത്ത ആൾ, തഞ്ചാവൂർ റെഡ് റോസ് അല്ല, തഞ്ചാവൂർ പിങ്ക് റോസ്. അടുത്തത് നമ്മുടെ നാടൻ മുള്ളില്ലാത്ത റോസ്, അതായത് നാടൻ പട്ട് റോസ് ഉണ്ടല്ലോ, അതിൻ്റെ മുള്ളില്ലാത്ത വെറൈറ്റിയാണ് നമ്മുടെ കോംബോയിലെ അടുത്ത ആൾ. അപ്പോൾ നമുക്കെല്ലാവർക്കും ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളോട് കൂടിയ നമ്മുടെ നാടൻ മുള്ളില്ലാത്ത പട്ട് റോസ്. പണ്ടൊക്കെ ഞാൻ എല്ലാ വീട്ടിലും പറയുന്നത് പോലെ നമ്മൾ പറിക്കാൻ ചെല്ലുമ്പോൾ മുള്ള് കൊള്ളുന്ന അതേ പട്ട് റോസ് ഇപ്പോൾ മുള്ളില്ലാത്ത പട്ട് റോസായിട്ട് നമുക്ക് വന്നിരിക്കുകയാണ്. ഒരുപാട് പേര് ഇത് വാങ്ങുന്നുണ്ട്. ഒരുപാട് പേർ നെസ്റ്റാൾജിക് ആയിട്ട് ഇത് വാങ്ങുന്നുണ്ട്. ഇനിയുള്ളത് നമ്മുടെ 7 ഡേയ്സ് റോസാണ്. അതായത് നമ്മുടെ നാടൻ റോസുകളിൽ ഏറ്റവും വലിപ്പമുള്ളതും എന്നാൽ ഒന്ന് വിരിഞ്ഞാൽ ഏറ്റവും അധികം നിൽക്കുകയും ചെയ്യുന്ന 7 ഡേയ്സ് റോസും പിന്നെ അടുത്തത് കാശ്മീരി റോസുമാണ്. ഇപ്പോൾ കാണുന്നത് കാശ്മീരിയാണ്. കാശ്മീരി റോസിൻ്റെ സൈസ് ഇതാണ്. അത്യാവശ്യം നല്ല ചെടികൾ തന്നെയാണ്. പിന്നെ ഒരുവിധം ചെറിയ ചെടികൾ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നവർക്കുള്ള ഒരു അടിപൊളി കോംബോ ഓഫർ തന്നെയാണ് നമ്മുടെ ഈ ഒരു കോംബോ. ഇനി നമുക്ക് പറയാനുള്ളത് നമ്മുടെ പനിനീർ റോസാണ്. നമ്മുടെ അടുത്ത ആൾ, അതായത് നമ്മുടെ നാടൻ പനിനീർ റോസ്.
അപ്പോൾ ചെടിയുടെ സൈസ് കാണുന്നുണ്ടല്ലോ, എല്ലാത്തിലും അത്യാവശ്യം മൊട്ടും പൂക്കളും ഒക്കെ ഉണ്ട്. ഒരു 80% ചെടികളിലും പൂക്കളും പൂ കൊഴിഞ്ഞിട്ടുള്ളതും മൊട്ടുള്ളതും ഒക്കെ തന്നെയാണ്. കോംബോയിലും നമ്മൾ ഇതേ ടൈപ്പ് ചെടികൾ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ സൈസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോംബോയിലെ 10 പേർ. പനിനീര് പൂ വിരിയുന്നില്ല, പനിനീര് ഇങ്ങനെ കാട്ടുറോസ് പോലെ മുകളിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്നവർക്ക് ഈ കോംബോ ഒന്ന് വാങ്ങിച്ച് ഒന്ന് നട്ടു നോക്കാം. നാടൻ ചെടി ആയത് കാരണം നന്നായിട്ട് വേരോടിയ വേഗം പിടിച്ചു കിട്ടാൻ ചാൻസുള്ള ചെടികളാണ് നമ്മുടെ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കോംബോയിലുള്ള ആൾക്കാരെ നമുക്ക് ഒന്നുകൂടി കാണാം. ഇത് നമ്മുടെ പനിനീർ റോസാണ്. പനിനീർ റോസ് നമ്മുടെ മണത്തിൻ്റെ രാജകുമാരിയെ പനിനീർ റോസ്, സമ്മർ സ്നോ വൈറ്റ്, യെല്ലോ ബട്ടൺ, അതുപോലെ റെഡ് ബട്ടൺ റോസ്, അതുപോലെ പിങ്ക് ബട്ടൺ റോസ്, പീച്ച് നാടൻ റോസ്, സുന്ദരിയായ പീച്ച് നാടൻ റോസ്. എന്താ ഭംഗിയല്ലേ കളറ്, നല്ല വലിപ്പവുമുണ്ട്. അതുപോലെ തഞ്ചാവൂർ റോസ്, തഞ്ചാവൂർ നാടൻ റോസ്, അതുപോലെ നമ്മുടെ മുള്ളില്ലാത്ത പട്ട് റോസ് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ മുള്ളില്ലാത്ത നാടൻ പട്ട് റോസ്. പിന്നെയുള്ളത് നമ്മുടെ കാശ്മീരി റോസാണ്. നിറയെ വസന്തം തരുന്ന നമ്മുടെ കാശ്മീരി നാടൻ റോസാണ് അടുത്ത റോസ്. ഇനി കാണുന്നതാണ് നമ്മുടെ 7 ഡേയ്സ് റോസ്. 7 ഡേയ്സ് റോസ് അറിയാമല്ലോ, നമുക്ക് 7 ദിവസം വരെയും നമ്മുടെ ചെടികളിൽ നിൽക്കുന്ന റോസാണിത്. 7 ഡേയ്സ് റോസിൻ്റെ സൈസാണ് കണ്ടല്ലോ നിങ്ങൾ. ഇതാണ് നമ്മുടെ 7 ഡേയ്സ് റോസ്. ഇതാണ് നമ്മൾ ഈ അടുത്ത സമയത്ത് എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത്. കുറേയധികം പേര് ഇത് പിടിപ്പിച്ചെടുത്തിട്ടുള്ളതായിട്ടുള്ള റിവ്യൂസൊക്കെ എനിക്ക് ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ കോൺഫിഡൻസ് ഉള്ളവർ വാങ്ങി നോക്കുക. 10 കോംബോയാണ്. ഓണം കോംബോയിൽ നമ്മൾ കൊടുത്തിട്ടുള്ള നാടൻ ചെടികളിൽ നിന്നും കുറച്ചും കൂടി വളർന്നിട്ടുള്ള ചെടികളാണ്. നമ്മളൊരു കോംബോ പാക്ക് ചെയ്തിരുന്നു. അതായത് നമ്മൾ പേഴ്സണലി ഒരാൾക്ക് കോംബോയുടെ കാര്യം പറഞ്ഞപ്പോൾ അത് വേണമെന്ന് പറഞ്ഞത് മറ്റൊന്നിൻ്റെ ഓർഡറിൻ്റെ കൂടെ നമ്മൾ അയക്കുകയുണ്ടായി. അപ്പോൾ നല്ല രീതിയിൽ റൂട്ട് ഓടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളും 10 ചെടികൾ അയക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഇനി നമുക്ക് കോംബോ റേറ്റിനെ കുറിച്ച് പറയാം. CC ഉൾപ്പെടെ 589 ആണ് നമ്മുടെ കോംബോ റേറ്റ്. 589 രൂപയാണ്. ഇതെല്ലാം നമ്മുടെ കോംബോ പ്ലാൻസാണ് നിങ്ങളീ കാണുന്നത്. നല്ല അടിപൊളി സൂപ്പർ പ്ലാൻസാണ്. ഒരുവിധം ചെടികൾ വളർത്തിയെടുക്കുന്നവർക്ക് എല്ലാ പേർക്കും തന്നെ നന്നായി പിടിച്ചു കിട്ടാൻ സാധ്യതയുള്ള നല്ല വേരോടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് തന്നെയാണ് നമ്മളിപ്പോൾ കോംബോയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ പനിനീർ റോസാണ്. ഏകദേശം എല്ലാത്തിലും മൊട്ടുകളൊക്കെ ഉണ്ട്. പനിനീർ റോസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മുടെ നാടൻ മുള്ളില്ലാത്ത റോസിൻ്റെ സൈസാണ്. നല്ല വലിയ ചെടികളാണ് കേട്ടോ. അത് രണ്ടും പനിനീരും നല്ല പൊക്കം വെച്ചിട്ടുണ്ട്. അതുപോലെ നാടൻ മുള്ളില്ലാത്ത റോസും അത്യാവശ്യം വലിയ ചെടികളാണ്. അതായത് CC ഉൾപ്പെടെ 589 രൂപ അടച്ചാൽ നിങ്ങൾക്ക് ഈ 10 റോസുകൾ നമ്മൾ അയച്ചു തരും. DTDC വഴിയാണ് നമ്മൾ കൊറിയർ അയക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ അഡ്രസ്സ് തരുമ്പോൾ DTDC എവിടെയാണെന്ന് കൂടി മെൻഷൻ ചെയ്താൽ അത് വളരെ എളുപ്പം തന്നെയാണ്. പിന്നെ അതുപോലെ നമ്മൾ ഈ കോംബോ ഓർഡർ ചെയ്തതിന് ശേഷം നിങ്ങൾ ആരും തന്നെ അയച്ചോ എന്ന് ഇങ്ങനെ മെസ്സേജ് അയച്ച് ചോദിച്ചുകൊണ്ടേയിരുന്ന് നിങ്ങളുടെ ടേൺ മുകളിലേക്ക് കൊണ്ടുപോകരുത് എന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻസ് ഞാൻ എത്രയും വേഗം തന്നെ അയച്ചു തരുമെന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ മറ്റ് വീഡിയോസൊക്കെ സെർച്ച് ചെയ്താൽ നമ്മുടെ കൂടുതൽ വിവരങ്ങൾ, നമ്മൾ എങ്ങനെയാണ് ചെടികൾ ഓർഡർ എടുക്കുന്നത് അയക്കുന്നത് എന്നൊക്കെയുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. നമ്മളങ്ങനെ ഒരു ഓർഡറും പെൻഡിങ് വെക്കാറില്ല എന്നും നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ മാത്രമാണ് മാക്സിമം ഒരു 10 ദിവസം വരെയൊക്കെ നമ്മൾ ഒന്ന് ഹോൾഡ് ചെയ്യാറുണ്ട്. അതിനപ്പുറം നമ്മൾ അങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് അയക്കണ്ടേ എന്ന് ചോദിക്കാറാണ് പതിവ്. അപ്പോൾ നമ്മുടെ സർവീസിനെ കുറിച്ച് അറിയുന്നവർ ഒരുപാട് പേർ നമ്മുടെ കൂടെയുണ്ട്. അവരാണ് നമ്മുടെ സപ്പോർട്ട്. ഇനിയും പുതുതായി വന്നു ചേർന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവർക്കും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഓർഡറും ഒരാഴ്ച എടുക്കുന്നത് അടുത്ത ആഴ്ച തന്നെ അയച്ച് തീർക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എപ്പോൾ കിട്ടും എന്നുള്ള ഒരു ടെൻഷനോ കൺഫ്യൂഷനോ ഒരു വിഷമമോ പൈസ അയച്ചിട്ട് വെയിറ്റ് ചെയ്യലോ അങ്ങനെയൊന്നും നമ്മുടെ ചാനലില്ല. ഓർഡർ കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾ സൈലൻ്റായി ഇരുന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് എത്രയും വേഗം പ്ലാന്റ് കിട്ടും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. മാനുവലി അഡ്രസ്സ് എഴുതുന്ന ഒരു പ്രോസസ്സിങ് നമുക്കുള്ളത് കൊണ്ടാണ് അങ്ങനെ. നമ്മൾ ഓരോ ചാറ്റിലും നമ്മുടെ പേരുകൾ മുകളിലേക്ക് പോകും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്.
അപ്പോൾ ഈ കോംബോ വേണ്ടുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. കോംബോ 589 വേണം എന്ന് പറഞ്ഞാൽ മതി. CC ഉൾപ്പെടെയാണ് ഈ സൂപ്പർ ചെടികൾ നിങ്ങൾക്ക് കോംബോ ആയിട്ട് 589 റുപ്പീസിന് നമ്മൾ തരുന്നത്. ഒരുപാടൊന്നുമില്ല, പതിവ് പോലെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ കോംബോ കിട്ടാത്ത കുറേയധികം പേർ നമ്മളോട് വിഷമം പറഞ്ഞതിൻ്റെ പേരിലാണ് അടുത്തൊരു കോംബോ എത്രയും വേഗം സെറ്റ് ചെയ്യാനായിട്ട് ഈ ചെടികൾ നമ്മൾ ഓർഡർ ചെയ്തെടുത്തത്. ഈ ചെറിയ ചെടികളുടെ കൂട്ടത്തിൽ നമുക്ക് 2 കളർ ചെടികൾ കൂടി നാടൻ അവൈലബിൾ ആണ്. അതായത് നാടൻ വൈറ്റും അതുപോലെ നാടൻ എലിസബത്ത് റോസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് രണ്ടും കോംബോയിലില്ല, അല്ലാതെ സെപ്പറേറ്റ് നിങ്ങൾക്ക് വാങ്ങാം. അതൊന്ന് അറിയിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ കോംബോയുടെ വിശേഷങ്ങൾ. 10 നാടൻ റോസ് കോംബോ ഉൾപ്പെട്ട ഈ 589 കോംബോ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും വേഗം നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ റോസാ പൂക്കളും അടീനിയങ്ങളും ഇഷ്ടമുള്ള എല്ലാ പേർക്കും നമ്മുടെ ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ കോംബോ വേണ്ടവർ എത്രയും വേഗം മെസ്സേജ് ഇടുക. പിന്നെ അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക. എല്ലാവരുടെയും ചെടികളും പൂക്കളും ആരോഗ്യത്തിലും സന്തോഷത്തിലും നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ഹാദിയ.